ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇതുവരെയും നമ്മുടെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ആകെ നമ്മൾ ചെയ്യുന്ന ട്രാവലിംഗ് വ്ളോഗ്, അതുപോലെ തന്നെ ഫാമിലി വ്ളോഗ്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ക്രൈം സ്റ്റോറി എന്തെങ്കിലും ഇടും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. റിയാക്ഷൻ വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ ചാനലിൽ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം അത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എന്താ പറയുന്നത്, ആ ഒരു മൈൻഡ് വന്നതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അതും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം നമുക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബ് എവിടെ തുറന്നു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ് ആ ഒരു ഫാമിലിയുടെ പ്രോബ്ലമാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. എവിടെ നമ്മൾ നോക്കിയാലും ശരി തന്നെ കാണാൻ കഴിയുന്നത്. സകല ആൾക്കാർ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇപ്പം എടുത്ത് ഈ വീഡിയോ ആണ് കണ്ടൻറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും, പിന്നെ എന്താ പറയുക, മറ്റുള്ള വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പോൾ ഇതാണ് അവരുടെ മെയിൻ കണ്ടൻറ്റ്. അതായത് കേരളത്തിലിപ്പോൾ ഏകദേശം എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കണ്ടൻറ്റായി മാറിക്കഴിഞ്ഞു ഈ പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അത് സത്യത്തിൽ അവർ തന്നെ വരുത്തി വെച്ചൊരു വിനയും കൂടി തന്നെയാണ്, ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ അതിലേക്ക് എവിടേക്കോ നമ്മുടെയും കയ്യിൽ നിന്ന് വന്ന ഫോൾട്ടുകൾ ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വന്ന ഫോൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് നമ്മൾ അറിയണം എന്നുള്ളൊരു വാശി നമ്മൾ കാണിക്കുന്ന സമയത്ത്, അത് പറയാതിരിക്കുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും പറയാം ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാമിലി ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവരുമായിട്ട് പ്രോബ്ലം ഉള്ള ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അത് ബാധിച്ചേക്കാം. അവരതിനെതിരെ റിയാക്റ്റ് ചെയ്യാം. അങ്ങനെ റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സത്യത്തിൽ അത് തന്നെയാണ്. ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവർക്കിടയിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രവീണിനെ മർദ്ദിച്ചതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലൊക്കെ അവരോട് പെരുമാറുന്ന രീതിയും സംസാരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ നമ്മൾ കാണുകയും എടുക്കുകയും ചെയ്തത് എപ്പോഴാണ്? ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിതെല്ലാം കണ്ട് 2 ദിവസമായിട്ടുള്ളൂ. എന്നാൽ ഇവർക്കിടയിൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അത് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ടിരുന്നത് അങ്ങനെയൊന്നുമല്ല. എല്ലാം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നല്ല കുടുംബത്തെയാണ് നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും ജീവിതത്തിലും ഈ പ്രോബ്ലം ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു ഫാമിലി എടുത്തു കഴിഞ്ഞാലും ഫാമിലി പ്രോബ്ലം ഇല്ലാത്ത ഒരു വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ വ്യക്തികൾക്കും ഫാമിലി പ്രോബ്ലം ഉള്ളവരാണ്. കുടുംബം ഉണ്ടോ, പ്രശ്നം ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ആ ഒരു പ്രശ്നത്തിനെ നമ്മളാണെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ ഇരിക്കും അത് മുന്നോട്ട് പോകുന്ന രീതി. ഇപ്പം 2 കൈ അടിച്ചാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറയാം. പക്ഷേ 2 കൈ അടിക്കാതെയും സൗണ്ട് ഉണ്ടാവും. അത് കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പം ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ സൗണ്ട് കേൾക്കില്ല, 2 കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കും. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് ഒരാൾ മതി സൗണ്ട് ഉണ്ടാവാനായിട്ട്, ഒറ്റ ആൾ മതി, വേറെ ആരും വേണമെന്നില്ല, ഒരൊറ്റ ആളുടെ സൗണ്ട് മതി കുടുംബത്തിൽ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പരിധി വരെ അവരെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് നമ്മൾ ഊതി വേർപ്പിച്ച് നമ്മൾ തന്നെയാണ് അതിനെ എന്താ പറയുക, അവർക്ക് പോയി നെഗറ്റീവ് ഇട്ടു, ഇവർക്ക് വന്ന് നെഗറ്റീവ് ഇട്ടു, അവരെ പോയി കുത്തി, ഇവരെ പോയി കുത്തി. അങ്ങനെ വന്നപ്പോൾ 2 പേർക്കും അവരുടെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. 2 പേരും കൊടുത്തു. അത് കൊടുത്തപ്പോൾ അത് 2 പേർക്കും എതിരായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിപ്പോയി. ഇപ്പം അതെടുത്തിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ടും കണ്ടൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരിക്കലും പ്രവീണിനെയും കുറ്റം പറയത്തില്ല, പ്രണവിനെയും കുറ്റം പറയില്ല. ഫാമിലിയാണോ പ്രോബ്ലം ഉണ്ടാവും. എൻ്റെ ഫാമിലിയിൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ മാറി താമസിക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ സ്വന്തം വീട്ടിൽ വന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ആളും അറിഞ്ഞിട്ടില്ല. എൻ്റെ നാട്ടിൽ പോലും എൻ്റെ അയൽപ്പക്കത്ത് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അത് ഉണ്ടാവുന്നത്. അതായത് പ്രശ്നം വഷളാവുന്നതും അതുപോലെ തന്നെ പ്രശ്നമാണെങ്കിൽ സോൾവ് ആവുന്നതും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഒരുപക്ഷെ 2 പേർക്കും ആ സമയത്തുണ്ടായിരുന്ന ദേഷ്യം വിഷമമൊക്കെ കൊണ്ടായിരിക്കാം 2 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചതും കയ്യാങ്കളി നടത്തിയത്. അത് അവരുടേതായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു, അതവർ മാറി. ഈ പ്രശ്നമെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രേമൃദുലയുടെ ആ ഡെലിവറി ആ ഒരു സമയത്താണ്. കാരണം അത്രയും നാളും ഈ ചാനൽ കാണുന്ന ഒരാൾക്കും അറിയില്ലായിരുന്നു പ്രവീണിനും പ്രണവിൻ്റെയും ഫാമിലിയിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. എന്നാൽ മൃദുലയുടെ ആ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പിന്നെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഭയങ്കര നെഗറ്റീവായിരുന്നു. കാരണം മൃദുല കള്ളം പറഞ്ഞിട്ടാണ്, പ്രവീൺ കള്ളം പറയുകയാണ്, അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, വാട്ടർ ലീക്കായിട്ടൊന്നും അല്ല, അവരല്ലാതെ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വന്നു. പ്രവീണിനെ ആണെങ്കിൽ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ടും മോശം പറഞ്ഞതുകൊണ്ടും മൃദുലയെ കുറ്റം പറഞ്ഞും ഒക്കെ ഒരുപാട് നെഗറ്റീവ് വന്നു. മാത്രമല്ല അച്ഛനെയും അമ്മയും പ്രണവിനെ ഒന്നും വീഡിയോയിൽ കാണാതിരുന്ന സമയത്ത് പിന്നെ അതിനെ ചൊല്ലിയായി അടുത്ത സംസാരങ്ങൾ. അങ്ങനെ ഒരു പരിധി വരെയും ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കമൻറ്റുകൾ കാരണം തന്നെയാണ്
ശേഷമാണ് ആ ഫാമിലിയിൽ വീണ്ടും ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും നമുക്കാണെങ്കിൽ നമ്മളതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവർ രണ്ടുപേരുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടുപേരുടെയും കമൻറ്റ് ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറി കാര്യങ്ങൾ ചെന്നിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവീണും മൃദുലയും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ഇടാനുണ്ടായ റീസൺ തന്നെ ഇതുപോലുള്ള തെറി ചെന്നതിന് ശേഷമാണ് അവരൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. എന്നാൽ അതിലല്ലെങ്കിൽ സ്വന്തം ഫാമിലിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ലായിരുന്നു. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ എന്ന് തന്നെയാണ് ലാസ്റ്റ് ആ പ്രവീൺ പറഞ്ഞ് നിർത്തുന്നത് പോലും. അത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ആ വീഡിയോ കണ്ടിട്ട് ഉടനെ ചെന്ന് പ്രണവിൻ്റെ നെഞ്ചത്തോട്ടായി കുതിര കയറാൻ. അപ്പോൾ പ്രണവും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അടുത്തൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വീണ്ടും ചെന്ന് പ്രവീണിനെയായി കുറ്റം പറയാൻ തുടങ്ങി, പ്രവീണിനെ തെറി വിളിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പം പ്രവീണിന് വീണ്ടും വാശിയായി. പ്രവീണിൻ്റെ കയ്യിലുള്ള തെളിവും കാര്യങ്ങളും പ്രവീണും യൂട്യൂബ് ചാനലിലിട്ടു. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? നമ്മൾ തന്നെ അല്ലയോ? അതായത് ഈ പ്രണവിൻ്റെ വീഡിയോസ് കാണുന്നവരും അത് കാണാതിരിക്കുന്ന ആൾക്കാരും എന്താ പറയുന്നത്, അത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത്. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നിട്ടുണ്ടായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ തെറ്റിനെ ആ പ്രശ്നത്തെ എത്ര ഊതി വീർപ്പിച്ചത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അത് ഒരുപക്ഷെ അവരുടെ ആ ചാനലിൽ തന്നെ കിടന്ന് അതവിടെ കൊണ്ട് അവസാനിച്ചത്. എന്നാൽ അതുമാത്രമല്ല, അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ കുറേ ഫാമിലി വ്ളോഗുകളും അതുപോലെ തന്നെ കുറേ എപ്പോഴും ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന കുറച്ച് ആൾക്കാരും, ഇങ്ങനെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് വീണ്ടും ഈ പ്രശ്നത്തെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അറിയാത്തവരും ഈ സംഭവം അറിയാൻ തുടങ്ങി. മാത്രമല്ല എന്താ പറയുന്നത്, അതൊരു വലിയ ഒരു അന്താരാഷ്ട്ര പ്രശ്നം പോലെയാണ് ഇപ്പോൾ യൂട്യൂബിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് മനസ്സിലാവും. ഏതൊരു ചാനലിൽ നോക്കിയാലും പ്രണവിൻ്റെ ഈ ഒരു വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യൻ പാകിസ്ഥാൻ വാറിലോ ചൈന ഇന്ത്യ വാറിൽ പോലും ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഭൂകമ്പം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നു, ഒരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ വന്നു, അവർ തമ്മിൽ തെറ്റുന്നൊരു സിറ്റുവേഷൻ വന്നു, അവർ തമ്മിൽ കയ്യാങ്കളി നടക്കുന്നൊരു സിറ്റുവേഷൻ വന്നു, സന്തോഷത്തോടെ ഇരിക്കേണ്ട ആൾക്കാർ പെട്ടെന്ന് അകന്നു, അവർക്കുണ്ടായിരുന്ന ആ സന്തോഷം കാര്യങ്ങളെല്ലാം നശിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ അത് നമ്മുടെ കേരളക്കാരെ ആഘോഷമാക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ഒരുപാട് പേര് അതിനാണെങ്കിൽ ദുഃഖം പറയുന്നുണ്ട്, അതായത് എങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ എല്ലാ ഫാമിലിയിലും പ്രശ്നമുണ്ട്. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന രീതിയിലല്ല നമ്മുടെ ഉള്ളിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതില്ലാത്ത ഒരു കുടുംബം ഉണ്ടാവത്തില്ല. ഉള്ളത് ഞാൻ പറയാം കേട്ടോ. ഒരു പ്രശ്നവും ഇല്ലാത്ത ഏത് കുടുംബമുണ്ട് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ട്. ഒരു കുടുംബത്തിലും പ്രശ്നം ഇല്ലാതിരിക്കുന്നില്ല. ചെറിയൊരു പൊട്ടിത്തെറിയെങ്കിലും ആ കുടുംബത്തിൽ നടന്നിരിക്കും. അതില്ലാത്തൊരു കുടുംബം കാണത്തില്ല. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാർ കൈകടത്തുമ്പം ഒരുപക്ഷെ ആ പ്രശ്നം ഒന്നും കൂടെ വലുതായി വലിയ ഇപ്പം പ്രണവിൻ്റെ ആ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിത് ഊതിവീർപ്പിക്കാതിരിക്കുകയും അവരെ പോയി ഇവരെ പോയും ചൊറിയാതിരിക്കുക. നിങ്ങളിപ്പോൾ പ്രണവിൻ്റെ രണ്ടുപേരുടെയും പ്രണവ് തന്നെയാണ് ആ വീഡിയോയുടെ പേര് ഇപ്പോഴും. അത് ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ പ്രണവാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ പ്രണവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ തന്നെ ഇപ്പോൾ ഉണ്ട്. 300K മേളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വീഡിയോസൊക്കെ നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവീണിനെ കുറ്റം പറഞ്ഞുകൊണ്ടിട്ട വീഡിയോ ഏതാണ്ട് 4 മില്യന് മേളിൽ പോയിട്ടുണ്ട്. അപ്പം ഈ പ്രശ്നമൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്രയും കൊണ്ടെത്തിച്ചത് നമ്മൾ മലയാളികൾ തന്നെയാണ്. അവരുടെ ഒരു ഫാമിലി ഇഷ്യൂ നമ്മൾ കയറി ഒന്ന് ചൊറിഞ്ഞു. അതിനകത്ത് ചൊറിഞ്ഞപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി. 2 പേരും വീഡിയോസ് ഇട്ടു. അതിപ്പം കിടന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അതിത്രയും കണ്ടതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇത്രയെങ്കിലും പറഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ മലയാളികൾ എന്ത് സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അന്യൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ മലയാളികൾ കൂടുതലിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല, നോക്കുന്നില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അന്യൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അയ്യോ ഇതെങ്ങനെയാണ്, അതങ്ങനെയാണ്. നമ്മുടെ പരിസരത്ത് തന്നെ നോക്കിയാൽ അറിയാം എത്ര പേര് അങ്ങനെ നിൽക്കുന്നുണ്ട്, ആൾക്കാരുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ നുണ പറയുക, നുണച്ചികൾ, അങ്ങനെയാണ് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം. എന്തിനാണ് വെറുതെ ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ ഫാമിലി ലൈഫ് എടുത്തിട്ട് ഇങ്ങനെ അറമാദിച്ച് കളിക്കുന്നത്? അവർക്കിടെ പ്രശ്നമുണ്ട്, അത് അവരെ വന്ന് തീർത്തോളൂ. ഇതിനെ നമ്മൾ കയറിയിട്ട് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ഇതിനെ കുറ്റം പറയുന്നവരാണെങ്കിലും അവിടെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരാണെങ്കിലും ഇവരാരെങ്കിലും ചെന്ന് മധ്യസ്ഥം പറയുമോ? അല്ലെങ്കിൽ ഇവരാരെങ്കിലും ചെന്ന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുമോ? ഇല്ല. അവർക്കൊരു കണ്ടൻറ്റ് വേണം, പിന്നെ ഈ നെഗറ്റീവ് ഇടുന്നവർക്കൊരു മനസ്സുഖം. ഇത്രയേ ഉള്ളൂ അവിടെ നടക്കുന്നത്. അല്ലാണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ ഈ ഫാമിലി വ്ളോഗ് ചെയ്തുകൊണ്ട്
ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഇതൊരു വലിയ പ്രശ്നമാക്കി എടുത്തിടുന്ന ആൾക്കാരോ, കമൻറ്റിൽ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്ന ആൾക്കാരോ ഒന്നും ചെന്ന് അവരുടെ ഫാമിലിയിലുള്ള ഈ പ്രശ്നം എന്തായാലും അവർ സോൾവ് ചെയ്യാൻ പോകുന്നില്ല. അവർ തന്നെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതും, അവർ തന്നെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. അവരൊരു കുടുംബമാണ്, രക്തബന്ധങ്ങളാണ്. ഇന്നലെ നാളെ ആയാലും അടിച്ചൊന്നാവും. എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ മാറി താമസിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. എന്നെ വീട്ടിൽ തിരിച്ച് വിളിച്ചു, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് കഴിയുന്നത്. അപ്പം പ്രശ്നമില്ലാത്ത ഒരു ഫാമിലി ഇല്ല, രക്തബന്ധങ്ങളാണ്. ഇന്ന് പ്രശ്നം ഉണ്ടാവും, ഇന്ന് വഴക്കുണ്ടാവും, നാളെ ആകുമ്പോൾ ആ പ്രശ്നം സോൾവ് ആവും. നാളെ എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കും, എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയും, മുന്നോട്ട് പോകും നല്ല രീതിയിൽ. ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കയറിയിട്ട് ഒരുമാതിരിയില്ല കോഴിക്കൂട്ടിൽ കയറിയിട്ട്, അല്ല കോഴിക്കൂട്ടിലല്ല, വാഴത്തോട്ടത്തിൽ കയറി കുറേ കോഴികൾ ചെതഞ്ഞിടത്തില്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ കുറേ വാഴ കൃഷികളുണ്ട്. എൻ്റെ വീട്ടിൽ കുറേ കോഴികളുണ്ട്, ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം കോഴികളുണ്ട്. ഇങ്ങോട്ട് കയറിയിട്ട് വാഴത്തോട്ടിൽ കയറി ഒരു മെതയ്ക്കും അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വാഴത്തോട്ടത്തിൽ കയറി ഒരു മെതച്ച പോലെയാണ് ചിക്കി പറിച്ച് അങ്ങോട്ട് ചകഞ്ഞ് മാന്തി അങ്ങോട്ട് ഇട്ട് എല്ലാം ഇപ്പം വെളിയിലായി. ഒന്നുമില്ല പുറത്തിനി വരാനായിട്ട്. ഇനി പുറത്തെന്തെങ്കിലും വരാനുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. മൊത്തം പുറത്ത് വന്നൊന്നും പറയാൻ പറ്റത്തില്ല. വരാൻ കാണും ഇനി ഒരുപാട്. കാരണം ഇപ്പോൾ തന്നെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാൻ എന്തായാലും ഉണ്ടാവും. ഉറപ്പായിട്ട് അടുത്ത ആൾക്കാരുടെ ഭാഗത്തുനിന്ന് അവരുടെ കയ്യിലുള്ള തെളിവുകളും എന്തായാലും അവരിടാൻ പോകും. ഉറപ്പാണ്, നമുക്കത് കാണാൻ താമസിക്കാതെ എന്തായാലും ഇടും. പക്ഷെ ഒന്ന് ഓർക്കുക, അതൊരു ഫാമിലിയാണ്. ഇന്നടിച്ച് അവർ നാളെ എന്തായാലും ഒന്നാവും. ഈ പുറമേ നിന്ന് ഈ എന്താ പറയുന്നത്, കളി കാണാതെ ആട്ടം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാം പുറത്താവും. ഉറപ്പാണ് സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെ. എത്ര ആയാലും രക്തബന്ധങ്ങളാണ്. 2 ദിവസം പിണങ്ങിയിരിക്കും, 3-ാമത്തെ ദിവസം അവരൊന്നാവും. ഉറപ്പാണ്. അത് നിങ്ങൾ കണ്ടോ, ഇന്നല്ല നാളെ ആയാലും അവരൊന്നായിരിക്കും, അത് ഉറപ്പാണ്. വെറുതെ പോയി എന്തിനാണ് വെറുതെ ഈ ഒരു ഇത്, സത്യം പറഞ്ഞാൽ ഈ നുണയും കൂട്ടിയടി ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉള്ളത് പറ. ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നുണ പറഞ്ഞ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ സംഭവം നടന്നിരിക്കുന്നത്. അതല്ലാതെ വേറൊന്നുമില്ല. ഇത്രയെങ്കിലും പറയണം തോന്നി. കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പ്രവീൺ പ്രണവിൻ്റെ ഫാമിലി ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അവരുടെ റിയാക്ഷൻ വീഡിയോ, അവരുടെ എന്താ പറയുന്നത്, അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അവരെങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇവരെ പ്രശ്നമാണ്. പ്രണവിൻ്റെ ഇതെടുത്ത് നോക്കാൻ പറ്റുന്നില്ല. ഓസ്കർ അവാർഡ് കൊടുക്കണം, നല്ല അഭിനയമാണ്, കള്ളുകുടിയനാണ്. കള്ളുകുടിക്കാത്ത ആരാണുള്ളത്? കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കള്ളുകുടിക്കും. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാർ വരെ കള്ളുകുടിക്കുന്നുണ്ടാവും, പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലും കള്ളുകുടിക്കുന്ന ആൾക്കാരുണ്ടാവും. കള്ളുകുടിക്കാത്ത ആരാണ് സത്യത്തിലുള്ളത്? കള്ളുകുടിക്കുന്ന എല്ലാവരും കള്ളുകുടിക്കും. അതുപോലെ തന്നെ വഴക്കുണ്ടാക്കാത്ത ആരാന്നുള്ളത്, എല്ലാവരും വഴക്കുണ്ടാക്കും. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വഴക്കുണ്ടാക്കാതിരിക്കുക, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വഴക്കുണ്ടാക്കാതിരിക്കുന്നത്, എല്ലാവരും വഴക്കുണ്ടാക്കുന്നവർ തന്നെയാണ്. നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് വെച്ചിട്ട് അതെല്ലാം അങ്ങോട്ട് മൂടി മറച്ച് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരുത്തൻ്റെ നെഞ്ചിൽ കയറിയിട്ട് അങ്ങോട്ട് പൊങ്കാലിട്ട് തുടങ്ങുക. എന്തോ കാര്യത്തിന്, എന്തോ സാധിക്കാനായിട്ടാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒന്ന് മനസ്സിലാക്കുക, ഒരു കുടുംബത്തെ ഇങ്ങനെ വലിച്ച് കീറാൻ നിൽക്കാതിരിക്കുക. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പം രണ്ടുപേർക്കും വീണ്ടും വാശിയും കാര്യങ്ങളും കയറുകയാണ് ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വാശിയും കാര്യമാണ് ചെയ്യുന്നത്. അപ്പം അവർ വാശി കയറുമ്പം അടുത്ത ആൾ ഒന്നിടുമ്പോൾ അതിൻ്റെ അടുത്ത ആൾ വേറൊന്നിടും. അത് പിന്നെ വലിയ പ്രശ്നത്തിലോടും, ഒരിക്കലും ചിലപ്പം അവർ ഒന്നിക്കാത്ത വലിയൊരു പ്രശ്നത്തിലോടും. മേ ബി ഇനി പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ പ്രവീണും മൃദുലയൊക്കെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. ഞാൻ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്കൊരിക്കലും അവർ ആഗ്രഹിക്കാത്തവർ, ഒരിക്കലും ചിന്തിക്കാത്തൊരു മാനസികാവസ്ഥ പോയി. നാളൊരു സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കൊച്ചുമായിട്ട് കയറി എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ കളിക്കുന്ന ആൾക്കാരൊക്കെ സമാധാനം പറയും. ഇനി പോട്ടെ, ഈ പ്രണവോ അല്ലെ അമ്മയോ അച്ഛനോ അവരിൽ ആരെങ്കിലും ഒരാൾ കയറിയിട്ട് എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചില്ല. കാരണം ഒരു അമ്മയൊക്കെ എത്രത്തോളം ഇത്രയും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സഹിക്കുന്നത്. ഈ പ്രണവാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റുപറ്റാത്ത ആൾക്കാരില്ല, പറ്റും. പക്ഷെ നമ്മളിങ്ങനെ കിടന്നിട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും കയറി ഒരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആര് സമാധാനം പറയും? ഈ നെഗറ്റീവ് ഇടുന്നവർ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നഷ്ടം വരും? ഇല്ല, ഈ പ്രശ്നം ഉണ്ടാക്കിയവർക്ക് തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്. അമ്മയോ അച്ഛനോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രണവിനും പ്രവീണിനും തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്. ഇനി മൃദുലയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അമ്മയും അച്ഛനും ഈ പ്രണവിനും തന്നെയാണ് നഷ്ടം വരാൻ പോകുന്നത്. വെറുതെ നമ്മളായിട്ട് എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. അതിന് ചെയ്യാനായിട്ട് ഒരുപാട് സബ്ജക്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. മുനമ്പം വിഷയം എടുത്ത് ചെയ്യാമല്ലോ. എല്ലാവരും ആണെങ്കിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ആൾ ഐസ് ഓഫ് റാഫ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് മുനമ്പത്ത് നടക്കുന്ന ഈ പ്രശ്നത്തെ ചെയ്യുന്നുണ്ട്? അതൊക്കെ ചെയ്തുകൂടെ? നമ്മുടെ നാട്ടിൽ ഒരുപാടധികം പ്രശ്നം നടക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ? വെറുതെ പോയിട്ട് എന്തിനാണ് മറ്റൊരുത്തൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് ഇതുപോലെ കിടന്ന് ഇങ്ങനെ കോലിട്ടങ്ങോട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഇത്രയെങ്കിലും പറയണം തോന്നി. പറയാതെ ഒന്നും ശരിയാവില്ല. കാരണം ഞാനൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ട് വന്ന ആൾക്കാരാണ്. എനിക്ക് ഇതിൻ്റെയൊക്കെ മാനസികാവസ്ഥ മനസ്സിലായി. ഈ സിറ്റുവേഷൻ ഏതൊരു അവസ്ഥയിലൂടെയാണോ അവർ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഇത്രയെങ്കിലും പറയണം തോന്നി, അതാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മിക്കവർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല.
നെഗറ്റീവ് വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഇടുന്നവരെയും പറഞ്ഞു, അതുപോലെ തന്നെ അവരെയാണെങ്കിൽ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ശരി, സത്യം ഇതാണ്. നമ്മൾ പോയിട്ട് വെറുതെ നമ്മളെ തന്നെ ചൊറിഞ്ഞ് ഈ പ്രശ്നം വലുതാക്കിയത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ആൾക്കാർ അവരുടേതായിട്ടുള്ള രേഖയിൽ നിൽക്കാൻ ശ്രമിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.